Hi friends, welcome to my YouTube channel. HSA JLT പരീക്ഷകൾ വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിനു മുമ്പായിട്ട് ഒരു ടോപ്പിക്കായിട്ട് കവർ ചെയ്ത് പോവാം. അപ്പോൾ അതിന് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒറിജിനൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഹിന്ദി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അത് മൊഡ്യൂൾ 4 വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് പഠിച്ചാലോ? എൻ്റെ ടോപ്പിക്കും പോയിൻറ്റ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. भारत में भारोपी परिवार की भारत ईरानी शाखा की भारतीय आर्यभाषा एंगी मुख्यतः प्रचलित है. നമ്മുടെ ഭാരതത്തിൽ ഭാരോപി പരിവാർ എന്ന് പറയുന്ന ഒരു ഭാഷാ കുടുംബത്തിൽ ഭാരത് ഇറാനി ശാഖയിലുള്ള ഭാരതീയ ആര്യഭാഷകളാണ് കൂടുതലായും ഉപയോഗിച്ചു വന്നിട്ടുള്ളത്. ഭാരതീയ ആര്യഭാഷകളുടെ പ്രാചീനതം രൂപ് എന്ന് പറയുന്നത് ഋഗ്വേദത്തിനാണ് കിട്ടുന്നത്. നമുക്കതൊരു മാതൃക എവിടെ കാണാൻ കഴിയും എന്ന് ചോദിച്ചാൽ അത് ഋഗ്വേദത്തിൽ നിന്നാണ് കാണാൻ കഴിയുന്നത്. ഭാരതീയ ആര്യഭാഷകളുടെ ക്രമിക വികാസം എന്ന് പറയുന്നത് 3 കാലഘട്ടമായിട്ടാണ്. പ്രാചീൻ ഭാരതീയ ആര്യഭാഷകൾ, മധ്യ ഭാരതീയ ആര്യഭാഷകൾ, ആധുനിക് ഭാരതീയ ആര്യഭാഷകൾ. ഇതിന് പ്രത്യേകതയായിട്ടുള്ള സമയവും ഉണ്ട്. അപ്പോൾ ഈ ഭാരതീയ ആര്യഭാഷയുടെ പ്രാചീനത നമൂന ഋഗ്വേദത്തിൽ നിന്നാണെന്ന് പഠിച്ചു. ഈ ഇതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് 1500 EC പൂർവ്വമാണ്. അതായത് BC മുൻപാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് പ്രാചീൻ ഭാരതീയ ആര്യഭാഷകളുടെ സമയം എന്ന് പറയുന്നത് BC മുൻപായിട്ടാണ് പറയുന്നത്. പിന്നീട് അത് ഇങ്ങനെ ഓരോ കാലഘട്ടം അനുസരിച്ച് അതിങ്ങനെ വന്ന് നമ്മുടെ ആധുനിക കാലം വരെ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഈ പ്രാചീൻ ഭാരതീയ ആര്യഭാഷാ കാലിൻ്റെ പ്രധാനപ്പെട്ട 2 ഭാഷകൾ എന്ന് പറയുന്നത് വൈദിക സംസ്കൃതവും ലൗകിക സംസ്കൃതവുമാണ്. ഈ വൈദിക സംസ്കൃതത്തിൽ ചാരോം വേദ, ബ്രാഹ്മൺ ഗ്രന്ഥ, ഉപനിഷത്തുക്കൾ തുടങ്ങിയവ വരുന്നു. ലൗകിക സംസ്കൃതത്തിൽ രാമായണവും മഹാഭാരതവുമാണ് വരുന്നത്. ഈ ലൗകിക സംസ്കൃതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് പാണിനിയുടെ അഷ്ടാധ്യായിയാണ്. അഷ്ടാധ്യായി എന്ന് പറയുന്നതാണ് ലൗകിക സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം. അപ്പോൾ അതൊരു PYQ കൂടിയാണ്. എന്താണ് ലൗകിക സംസ്കൃത പാണിനിനെ അഷ്ടാധ്യായി की രചന ലൗകിക സംസ്കൃതമേ की है. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. 2 ക്വസ്റ്റ്യൻ അതിനകത്ത് വരുന്നുണ്ട്. അഷ്ടാധ്യായി की രചനാകാര എന്ന് ചോദിച്ചാൽ പാണിനിനെ അഷ്ടാധ്യായി की രചന കിസ് ഭാഷാമേ की എന്ന് ചോദിച്ചാൽ എന്താണ് ലൗകിക സംസ്കൃതം. അതുപോലെ ഭാരത് യൂറോപ്പീയ പരിവാർ ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. അതായത് बोलने वाले लोगों की संख्या तथा क्षेत्र विस्तार की दृष्टि से ഭാരോപീയ പരിവാർ പെഹ്ല നമ്പർ ഹെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഭാരോപീയ പരിവാറാണ്. അപ്പോൾ ഇനി അടുത്തത് തന്നെ വരുന്നത് ഇനി ലൗകിക സംസ്കൃതം പറഞ്ഞു. ലൗകിക സംസ്കൃത പ്രധാനപ്പെട്ട പ്രാചീന ഗ്രന്ഥം എന്ന് പറയുന്നത് രാമായണമാണ്. അതിൻ്റെ രചനാകർ ആദികവി വാൽമീകിയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കത് ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മുടെ ഭാരോപി പരിവാറിലെ ഭാരത് ഇറാനി ശാഖയിലെ ഭാരതീയ ആര്യഭാഷകളാണ് നമ്മൾ കൂടുതലായി ഉപയോഗിച്ചിട്ടുള്ളത്. ഭാരതീയ ആര്യഭാഷകളുടെ നമൂന നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഒരു മോഡൽ കിട്ടുന്നത് ഋഗ്വേദത്തിൽ നിന്നാണ്. ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് 1500 EC വരുന്നത്. EC പൂർവ്വമാണ് വരുന്നത്. ഇതിന് 3 ഭാരതീയ ആര്യഭാഷകളെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഇപ്പോൾ കിത്തനി ഭാഗവും ഭാരതീയ ആര്യഭാഷ കാൽക്കോ ഭാരതീയ ആര്യഭാഷക്കോ കിത്തനെ കാൽമേ വിഭാജിत किया जा सकता है എന്ന് ചോദിച്ചാൽ 3 ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രാചീൻ ഭാരതീയ ആര്യഭാഷമേ കിത്തനി പ്രമുഖ ഭാഷായം തി എന്ന് ചോദിച്ചാൽ 2 ഭാഷകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇനി അടുത്തത് വൈദിക സംസ്കൃതത്തിലെ പ്രാചീനതം ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ഋഗ്വേദ്. ലൗകിക സംസ്കൃതത്തിലെ പ്രാചീനതം ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ രാമായൺ. അതുപോലെ ലൗകിക സംസ്കൃത പ്രമുഖ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അഷ്ടാധ്യായി. അഷ്ടാധ്യായിക്ക് ഭാഷ ലൗകിക സംസ്കൃത്. അഷ്ടാധ്യായിക്ക് രചനാകാർ പാണിനി. ലൗകിക സംസ്കൃതത്തിലെ പ്രാചീനതം ഗ്രന്ഥ രാമായൺ. രാമായണക്ക് രചനാകാർ ആദികവി വാൽമീകി. അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം. താങ്ക് യു.